ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ഇന്ന് നിങ്ങളിൽ ഭൂരിപക്ഷം പേരും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ത്രിപുഷ്കര യോഗത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ദ്വിതീയ, സപ്തമി, ദ്വാദശി എന്നീ ഭദ്രാതിഥികൾ, ശനി, ചൊവ്വ, ഞായർ ആഴ്ചകൾ, വിശാഖം, പൂരുരുട്ടാതി, പുണർത്തം, കാർത്തിക എന്നീ തിഥിവാര നക്ഷത്ര യോഗങ്ങളിൽ ത്രിപുഷ്കര യോഗം ഉണ്ടാകുന്നു. ഗുണമായാലും ദോഷമായാലും ഒരു പ്രാവശ്യം അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ കാലതാമസം കൂടാതെ വീണ്ടും 2 പ്രാവശ്യം കൂടി അനുഭവത്തിൽ വരുമെന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ പ്രത്യേകത. ഉദാഹരണമായി, നിങ്ങൾക്കൊരു ലോട്ടറിയുടെ 1ാം സമ്മാനമോ 2ാം സമ്മാനമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് അടിച്ചു എന്ന് വിചാരിക്കുക. കാലതാമസം കൂടാതെ ഇതേ സമ്മാനം 2 പ്രാവശ്യം കൂടി ലഭിച്ചിരിക്കും. അതല്ല, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭൂസ്വത്തോ അംഗീകാരമോ ഈ യോഗ സമയത്ത് ലഭിച്ചുവെന്ന് വയ്ക്കുക. എന്നാൽ ഏറെ കാലതാമസം കൂടാതെ ഇവ വീണ്ടും 2 പ്രാവശ്യം കൂടി ലഭിക്കും. നക്ഷത്രങ്ങളിൽ അവിട്ടം, ചിത്തിര, മകയിരം എന്നിവ ഈ യോഗ സമയത്ത് വന്നാൽ വീണ്ടും ഫലമിരട്ടിക്കും. ഇതിനെ ത്രിപുഷ്കര യോഗമെന്ന് പറയും. ഇങ്ങനെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് പോലെ ഈ യോഗ സമയത്ത് ദോഷകരമായ എന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ 2 പ്രാവശ്യം കൂടി അനുഭവത്തിൽ വരുമെന്നുള്ളതാണ്. ഉദാഹരണമായി, ഈ യോഗ സമയത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു എന്ന് വയ്ക്കുക. എന്നാൽ കാലതാമസം കൂടാതെ അപകടം 2 പ്രാവശ്യം കൂടി സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ യോഗമുള്ള സമയത്ത് ഒരു മോഷ്ടാവ് നിങ്ങളുടെ ഭവനത്തിൽ കയറി മോഷണം നടത്തിയാൽ കാലതാമസം കൂടാതെ 2 തവണ കൂടി നിങ്ങളുടെ ഭവനത്തിൽ മോഷണം നടക്കും. എന്നാൽ ഇതിലൊക്കെ ഏറെ സങ്കടകരമായ കാര്യം, ഈ യോഗ സമയത്ത് കുടുംബത്തിലൊരു ജീവഹാനി സംഭവിച്ചാൽ കാലതാമസം കൂടാതെ 2 പേർക്ക് കൂടി സംഭവിക്കുമെന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും സങ്കടകരമായൊരു ഫലം. ത്രിപുഷ്കര യോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.